ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. ചീഫ് സെക്രട്ടറിമാരുടെ 4ാമത് ദേശീയ സമ്മേളനം ഡൽഹിയിൽ സമാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായി. പൊതുവായ വികസന കാര്യപരിപാടിയുടെ നടത്തിപ്പിൽ സംസ്ഥാനങ്ങളുമായി സഹകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കാണ് സമ്മേളനം ഊന്നൽ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ 117ാം പതിപ്പ് ഈ മാസം 29-ന്. പരിപാടിക്കായുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 27 വരെ സമർപ്പിക്കാം. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായകെ ഇന്ത്യയിലെത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ആയുധം ഉപേക്ഷിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ മാവോയിസ്റ്റുകളോട് അഭ്യർത്ഥിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഛത്തീസ്ഗഡിൽ രാഷ്ട്രപതിയുടെ പോലീസ് കളേഴ്സ് പുരസ്കാരദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പടവാളാകാൻ പുസ്തകങ്ങൾ പകരുന്ന വെളിച്ചം ഉപകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാസർഗോഡ് ലൈബ്രറി കൌൺസിൽ പരിശീലന മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ തുടർച്ചയായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ച ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. പത്തനംതിട്ടയിൽ അപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതായും അദ്ദേഹത്തിന്റെ തീയതി അനുസരിച്ച് പദ്ധതി കമ്മീഷൻ ചെയ്യുമെന്നും മന്ത്രി വി എൻ വാസവൻ. വിഴിഞ്ഞം പദ്ധതിക്കുള്ള VGF ഫണ്ട് ഗ്രാന്റായി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ടെന്നും ശ്രീ വാസവൻ പറഞ്ഞു. ശബരിമല കാനനപാതയിൽ മരണമടഞ്ഞ തീർത്ഥാടകന്റെ ആശ്രിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ഇൻഷുറൻസ് തുക നൽകുമെന്ന് മന്ത്രി വി എൻ വാസവൻ. ഇത്തവണ ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹമാണെന്നും മന്ത്രി അറിയിച്ചു. ദേശീയപാത 66 നിർമ്മാണം 2025 ഡിസംബറോടെ പൂർത്തിയാകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കാസർഗോഡ് മടിക്കൈ പഞ്ചായത്തിലെ പുളിക്കാൽ പാലം നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. 39 അംഗങ്ങളെ ഉൾപ്പെടുത്തി മഹാരാഷ്ട്ര മന്ത്രിസഭ വികസിപ്പിച്ചു. BJPയിൽ നിന്ന് 16 പേരും ശിവസേനയിൽ നിന്ന് 9 പേരും NCPയിൽ നിന്ന് 8 പേരും ക്യാബിനറ്റ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക മോശം വിഭാഗത്തിൽ തുടരുന്നു. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സംബന്ധിച്ച പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി നാളെ വീണ്ടും പരിഗണിക്കും. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായി മലയാള സിനിമയിലെ മുതിർന്ന നടിമാരെ ആദരിക്കുന്ന മറക്കില്ലൊരിക്കലും ചടങ്ങ് തിരുവനന്തപുരത്ത് നടന്നു. മന്ത്രി സജി ചെറിയാൻ നടിമാരെ ആദരിച്ചു. ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷൻ സംഘടിപ്പിക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പയിൻ 3ാം ഘട്ടത്തിന് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട്ട് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. കണ്ണൂർ കോർപ്പറേഷനിലെ കാനാമ്പുഴ പുനരുജ്ജീവനത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. പുനരുജ്ജീവന പ്രവർത്തനങ്ങളുടെ 1ാം ഘട്ട പൂർത്തീകരണ ഉദ്ഘാടനം ഈ മാസം 26-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നോർക്ക റൂട്ട്സ് ലോക കേരള സഭ സെക്രട്ടേറിയറ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണം ബുധനാഴ്ച കോഴിക്കോട്ട്. മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദേശം നൽകും. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ കേരളത്തിന് ജയം. ഗോവയെ 4-3-നാണ് കേരളം പരാജയപ്പെടുത്തിയത്. ബോർഡർ ഗാവസ്കർ ട്രോഫി 3ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനം ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയ മികച്ച സ്കോറിലേക്ക്. 2ാം ദിനം കളി അവസാനിച്ചപ്പോൾ ആദ്യ ഇന്നിംഗ്സിൽ 7 വിക്കറ്റിന് 405 റൺസ് എന്ന നിലയിലാണ് ഓസ്ട്രേലിയ. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റിൽ മധ്യപ്രദേശിനെ പരാജയപ്പെടുത്തി മുംബൈ ചാമ്പ്യന്മാർ. ആദ്യം ബാറ്റ് ചെയ്ത മധ്യപ്രദേശ് 8 വിക്കറ്റിന് 174 റൺസ് എടുത്തപ്പോൾ മുംബൈ 17.5 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇന്ത്യയ്ക്കെതിരായ വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. നവി മുംബൈയിൽ നടക്കുന്ന മത്സരത്തിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 19.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് എടുത്തിട്ടുണ്ട്. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മധ്യമേഖലകളിൽ അടുത്ത 3 ദിവസം അതിശൈത്യം തുടരും. തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ നാളെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിയറ്റ്നാം തീരസംരക്ഷണ സേനയുടെ കപ്പൽ CSB 8005 4 ദിവസത്തെ പര്യടനത്തിനായി നാളെ കൊച്ചിയിലെത്തും. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. ട്രാൻസ് പസഫിക് പങ്കാളിത്തത്തിനുള്ള സമഗ്ര പുരോഗമന കരാർ CPTPP-യിൽ ഒപ്പുവയ്ക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമായി ബ്രിട്ടൻ. കാനഡ, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവയുൾപ്പെടെ 12 രാജ്യങ്ങളാണ് കൂട്ടായ്മയിൽ ഉള്ളത്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.